ബംഗാളിൽ മോദിയുടെയും ഷായുടെയും തെരഞ്ഞെടുപ്പ് റാലികൾക്ക് ലഭിക്കുന്ന പ്രതികരണം കാണുമ്പോൾ ബംഗാളിലെ ജനങ്ങളുടെ ജനവിധി എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാവും. മോദിയുടെയും ഷായുടെയും ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് വളരെ തണുത്ത പ്രതികരണമാണ് ലഭിക്കുന്നത്. അതിനാലാണ് മോദി റീലുകൾ ഉണ്ടാക്കി ബംഗാളിലെ ജനങ്ങളെ എങ്ങനെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ വർഗീയത പച്ചയ്ക്ക് പറഞ്ഞുള്ള പ്രചാരണമാണ് മോദിയും ഷായും നടത്തുന്നത്. എന്നാൽ ഇതൊന്നും ജനങ്ങൾക്ക് അല്പം പോലും താല്പര്യമുള്ള കാര്യമല്ല എന്ന് തെളിയിക്കുന്നതാണ് ജമൽപൂരിൽ BJPയുടെ ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അമിത്ഷാ നടത്തിയ റാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത് ബംഗാളിൽ നിന്നുള്ള ബംഗ്ലാ ടൈംസ് എന്ന ഒരു ചെറിയ മാധ്യമമാണ്. അതിൽ നിന്ന് തന്നെ ഏതാണ്ട് വ്യക്തമാകുമല്ലോ ഇത് സത്യമാണ് എന്നുള്ളത്. ഇവിടെ അമിത്ഷായുടെ റാലിയിലെ ജനപങ്കാളിത്തവും അവിടെ വെച്ച് വർഗീയ വികാരം ആളിക്കത്തിക്കുന്നതിനു വേണ്ടി യാതൊരു ആശങ്കയുമില്ലാതെ അമിത്ഷാ സംസാരിക്കുന്ന കാര്യങ്ങളും നമുക്ക് അവലോകനം ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് ബംഗ്ലാ ടൈംസ് പങ്കുവച്ച ഈ റാലിയുടെ দৃশ্যങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വാർത്ത കേൾക്കാം. ভোটের উত্তাপে যেখানে মেগা জনসভার প্রত্যাশা থাকে তুঙ্গে, সেখানে কেন্দ্রীয় স্বরাষ্ট্রমন্ত্রী অমিত শাহর জামালপুরের সভা ঘিরে তৈরি হলো চরম বিতর্ক ও হাস্যরস। বিজেপির হেভিওয়েট প্রার্থীর সমর্থনে সেকেন্ড ইন কমান্ডের আগমনকে কেন্দ্র করে জনজোয়ারের যে দাবি করা হয়েছিল, বাস্তবের চিত্র ছিল ঠিক তার উল্টো। বিজেপি প্রার্থী অরুণ হালদারের সমর্থনে আয়োজিত এই সভায় ভিড় নিয়ে শুরু হয়েছে চাপানোতর। পরিসংখ্যান বলছে সাকুল্যে 1004 কর্মী সমর্থক উপস্থিত ছিলেন। তবে তার মধ্যে জামালপুরের স্থানীয় বাসিন্দা কতজন আর কতজন বাইরে থেকে আনা তা নিয়ে ধোঁয়াশা কাটছে না। সবার শুরুতে সারি সারি খালি চেয়ারের ছবি সামাজিক মাধ্যমে ভাইরাল হতেও সময় নেয়নি। নির্ধারিত সময়ের চেয়ে প্রায় পৌনে 2 ঘন্টা দেরিতে মঞ্চে আসেন অমিত শাহ। রাজনৈতিক মহলের একাংশের টিপ্পণী, মাঠ ভরার অপেক্ষায় কি তবে ব্যাকস্টেজে ছিলেন হেভিওয়েট এই নেতা? സമാലോചകരുടെ ദാബി മാർച്ച് ശൂന്യ থাকায় സഭ ശുരു করতে ഇവർ ഇവിടെ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ പൊതു റാലികൾക്കുള്ള പ്രതീക്ഷകൾ സാധാരണയായി ഉച്ചസ്ഥായിയിലായിരിക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമൽപൂരിൽ നടത്തിയ റാലി കടുത്ത വിവാദങ്ങൾക്കും നർമ്മത്തിനും വിഷയമായി. ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള BJPയുടെ രണ്ടാമത്തെ കമാൻഡറുടെ വരവ് വൻ ജനക്കൂട്ടത്തെ ആകർഷിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. വാസ്തവത്തിൽ രംഗം തികച്ചും വിപരീതമായിരുന്നു. ഹൽദാറിനെ പിന്തുണച്ച് സംഘടിപ്പിച്ച റാലി ആരംഭിച്ചു. ഹൽദാറിനെ പിന്തുണച്ച് സംഘടിപ്പിച്ച റാലിയിൽ ഹാജർ കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. വളരെയധികം പാർട്ടി പ്രവർത്തകരും അനുയായികളും പങ്കെടുത്തതായി ഔദ്യോഗിക അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ജമാൽപൂരിലെ യഥാർത്ഥ പ്രദേശവാസികളിൽ എത്ര പേരുണ്ടെന്നും എത്ര പേരെ പുറത്തുനിന്ന് കൊണ്ടുവന്നെന്നും വ്യക്തമല്ല. വേദിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന കസേരകളുടെ നിരകളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലായി. നിശ്ചിത സമയത്തേക്കാൾ ഏകദേശം 1 മണിക്കൂറും 45 മിനിറ്റും വൈകിയാണ് അമിത്ഷാ വേദിയിലെത്തിയത്. ഇത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് പരിഹാസപരമായ പരാമർശങ്ങൾക്ക് കാരണമായി. മൈതാനം നിറയാൻ കാത്തിരുന്നതുകൊണ്ടാണോ അതോ ആ നേതാവ് മുഴുവൻ സമയവും വേദിക്ക് പിന്നിലായിരുന്നോ എന്ന് ആളുകൾ ചോദിച്ചു. ആൾക്കൂട്ടത്തിന്റെ കുറവ് മൂലമാണ് പരിപാടി വൈകിയതെന്ന് വിമർശകർ ആരോപിക്കുന്നു. ഇതാണ് അവർ ബംഗാളി ഭാഷയിൽ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായി കാണാം വളരെയേറെ കസേരകൾ കാലിയായി കിടക്കുന്നത്. മുൻപിൽ കുറച്ച് ആളുകളുണ്ട്. എന്നാൽ അല്പം പിന്നിലേക്ക് പോകുമ്പോൾ ആയിരക്കണക്കിന് കസേരകളാണ് കാലിയായി കിടക്കുന്നത്. അതുപോലെ ഇവിടെ സർക്കിൾ ചെയ്തിരിക്കുന്നത് കണ്ടോ? കൊണ്ടുവന്ന കസേരകൾ നിരത്തിയിടാൻ പോലും തയ്യാറായിട്ടില്ല. കാരണം അത് ആവശ്യം വന്നില്ല. അതുപോലെ ഇവിടെ സർക്കിൾ ചെയ്തിരിക്കുന്നത് ട്രക്കുകൾ നിറയെ കസേരകൾ നിറഞ്ഞു കിടക്കുന്നതാണ്. ട്രക്കുകളിൽ നിന്ന് പോലും കസേരകൾ ഇറക്കിയിട്ടില്ല. ആളുകൾ എത്താത്തതിനാൽ ആളുകൾ വരാൻ കാത്ത് 1.25 മണിക്കൂർ വൈകിയാണ് അമിത്ഷാ എത്തിയത് എന്നാണ് അവർ പറഞ്ഞത്. ആളുകൾ ചോദിക്കുകയായിരുന്നു അത്രേ, അമിത്ഷാ എവിടെയാണ്? അയാൾ വേദിയുടെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണോ എന്ന്. ആളുകൾ വരുന്നതും കാത്ത്. പതിവ് പോലെ പരാജയഭീതി വരുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല, മറിച്ച് മന്ദിർ, മസ്ജിദ്, ഹിന്ദു മുസ്ലിം പറയുകയാണ്, മതം പറയുകയാണ് ഇവരുടെ സ്ഥിരമായുള്ള പരിപാടി. എല്ലാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് യാതൊരു മടിയുമില്ലാതെ മതം പറഞ്ഞ് അമിത്ഷാ വോട്ട് ചോദിക്കുന്നത് കേട്ടുകൊള്ളൂ.
ആദ്യം ഇവിടെ ആളുകൾ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത്. അവിടെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി കാണാം വളരെയേറെ കസേരകൾ ഇത്രയും മുൻപിൽ പോലും ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് പോലും ഒഴിഞ്ഞു കിടക്കുന്നത്. അത്ര ദയനീയ അവസ്ഥയായിരുന്നു. മുൻവശം പോലും നിറച്ച് ആളുകൾ ഇല്ലായിരുന്നു. പിന്നെങ്ങനെ അവസാന അടവ് പ്രയോഗിക്കാതെ ഇരിക്കും അല്ലേ? ഇനി പറയുന്നത് കേട്ടുകൊള്ളൂ. एक और 550 साल के बाद नरेंद्र मोदी जी ने राम मंदिर बनाया. ആദ്യത്തെ കാര്യം 550 വർഷങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി റാം മന്ദിർ നിർമ്മിച്ചു. ഇവിടെ തന്നെ ഓർക്കേണ്ട കാര്യം സുപ്രീം കോടതിയുടെ വിധിപ്രകാരമാണ് രാമക്ഷേത്രം നിർമ്മിച്ചത്. അതിൽ നരേന്ദ്രമോദിക്ക് 0% കൈയാണ് ഉള്ളത്. ഇനി തുടർന്ന് കേൾക്കാം. और दूसरी ओर ये ममता दीदी अपने चट्टे पट्टे एमएलए हुमायूं कबीर से बाबरी मस्जिद बनाना चाहती हैं. ममता दीदी कान खोल कर सुन लो, बंगाल में एक भी भाजपा कार्यकर्ता जिंदा है, हम बाबरी मस्जिद बंगाल में नहीं बनने देंगे. ये भारत की भूमि है, यहां कोई बाबरी मस्जिद की जगह नहीं है. बंगाल की भूमि पर बनेगा तो मां दुर्गा का भव्य मंदिर बनेगा. രണ്ടാമത് മമതാ ദീദി തന്റെ അടുത്ത അനുയായിയായ MLA ഹുമയൂൺ കബീറിനെ കൊണ്ട് ബാബറി മസ്ജിദ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. മമതാ ദീദി കാത് തുറന്ന് കേട്ടുകൊള്ളൂ. ബംഗാളിൽ BJPയുടെ ഒരു പ്രവർത്തകൻ എങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ബംഗാളിൽ ബാബറി മസ്ജിദ് ഒരിക്കലും നിർമ്മിക്കാൻ അനുവദിക്കുകയില്ല. ഇത് ഭാരതത്തിന്റെ മണ്ണാണ്. ഇവിടെ ഒരു ബാബറി മസ്ജിദിന് സ്ഥലമില്ല. ബംഗാളിന്റെ ഭൂമിയിൽ നിർമ്മിക്കുകയാണെങ്കിൽ ദുർഗാദേവിയുടെ അമ്പലമായിരിക്കും നിർമ്മിക്കുക. ഇവിടെയും നിങ്ങൾക്ക് കാണാം കസേരകൾ കാലിയായി കിടക്കുന്നത്. അതൊക്കെ പോട്ടെ, ഇയാൾ ഇവിടെ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ 100% നഗ്നമായ ലംഘനമാണ്. പക്ഷേ സെലക്ഷൻ കമ്മീഷൻ ഇയാളുടെ സ്വന്തം ആയതിനാൽ ഒരു നടപടിയും ഉണ്ടാവുകയില്ല. ഇലക്ഷൻ പ്രചാരണത്തിൽ പറയുകയാണ് ഇവിടെ BJPയുടെ ഒരു പ്രവർത്തകൻ എങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ബാബറി മസ്ജിദ് നിർമ്മിക്കാൻ അനുവദിക്കുകയില്ല എന്ന്. മമതാ ബാനർജി ഹുമയൂൺ കബീറിനെ കൊണ്ട് ബാബറി മസ്ജിദ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന്. ഈ ഹുമയൂൺ കബീറിനെ ഒരു വർഷം മുൻപ് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ മമതാ ബാനർജി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അതുപോലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJPയുമായി ചേർന്ന് ഹുമയൂൺ കബീർ ശ്രമിക്കുന്ന കാര്യം തൃണമൂൽ കോൺഗ്രസ് സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തുവിട്ടതാണ്. എന്നാൽ അതൊന്നും ഇയാളെ കേൾക്കുന്ന, ഇയാൾ മണ്ട എന്ന് മുഖത്തു നോക്കി വിളിക്കുന്ന മണ്ടന്മാർക്ക് പ്രശ്നമല്ല. ബംഗാളിൽ ആരും ബാബറി മസ്ജിദ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ബാബറി മസ്ജിദ് നിർമ്മിക്കണമെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അതിനെ തടയാൻ സംഘികൾക്ക് യാതൊരു അവകാശവുമില്ല എന്നുള്ളതും വാസ്തവമാണ്. അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറയുകയാണ് ഞങ്ങൾ ദുർഗാദേവിയുടെ ക്ഷേത്രം ഉണ്ടാക്കുമെന്ന്. അതിന്റെ ഒരു കുറവ് മാത്രമാണ് ബംഗാളിലുള്ളത്. അവർ വിജയിച്ചാലും അത് ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ആളുകൾ എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോഴത്തെ മോദിയുടെയും ഷായുടെയും അജയ് ബിഷിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുഴുവൻ മതഭ്രാന്ത് ഇളക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമുള്ളതാണ്. ബംഗാളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 93% പോളിംഗ് ആണ് നടന്നത്. അതായത് വോട്ടർ പട്ടികയിലുള്ള ഏതാണ്ട് മുഴുവൻ ആളുകളും വോട്ട് ചെയ്തു എന്ന് വേണം വിചാരിക്കാൻ. പക്ഷേ വോട്ടർ പട്ടികയിൽ നിന്ന് ഇവിടെയുള്ള 27 ലക്ഷം പേരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. യഥാർത്ഥ നമ്പർ 91 ലക്ഷത്തിലധികമാണ്. എങ്കിലും ബാക്കിയുള്ളത് സ്ഥലം മാറിപ്പോയതും മരിച്ചുപോയതും ഒക്കെയാണ് എന്നാണ് കേട്ടത്. അതുപോലെ പുതിയതായി 7 ലക്ഷത്തോളം കള്ളവോട്ടുകളും ചേർത്തിട്ടുണ്ട്. അപ്പോൾ 34-35 ലക്ഷം വോട്ടുകളുടെ അട്ടിമറിയാണ് അവിടെ മോദിയുടെ സെലക്ഷൻ കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ ഏതാണ്ട് 40 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമായിരുന്നു BJPയും തൃണമൂൽ കോൺഗ്രസുമായി ഉണ്ടായിരുന്നത്. അതിനാൽ ഇത്തവണ തൃണമൂലിന് കാര്യങ്ങൾ എളുപ്പമല്ല. എങ്കിലും വലിയ പോളിംഗ് ശതമാനം കാണിക്കുന്നത് ഇവരുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയോടുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനാൽ മമത കടന്നുകൂടുമെന്ന് തന്നെയാണ് പൂർണ്ണ പ്രതീക്ഷയും. ആളില്ലാ റാലിയിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ പരിപൂർണമായി ലംഘിച്ച് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന അമിത്ഷായുടെ ഈ തരംതാണ പ്രസംഗത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?